സിനിമയെ സ്നേഹിക്കുന്ന എല്ലാ പ്രേക്ഷകരും ഒരേപോലെ ആകാംക്ഷയോടെ കാത്തിരുന്ന ജോസ് അച്ചായന്റെ വരവറിയിക്കുന്ന ടർബോയുടെ ഒഫീഷ്യൽ റിലീസിംഗ് ഡേറ്റ് മമ്മൂക്ക തന്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിലൂടെ പുറത്തുവിട്ടിരിക്കുകയാണ്. ജൂൺ 13-നാണ് ചിത്രം റിലീസാകാൻ പോകുന്നത്. ഒരു വൈഡ് റിലീസിംഗ് ആണ് ടർബോയ്ക്ക് വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ജൂൺ മാസത്തിലേക്ക് റിലീസിംഗ് ഡേറ്റ് ആയത്. വിഷു, ഈദിന് റിലീസായ ചിത്രങ്ങളൊക്കെ വമ്പൻ കളക്ഷനോടുകൂടി തന്നെയാണ് തിയേറ്ററുകളിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ മെയ് മാസം മറ്റ് ധാരാളം മലയാള സിനിമകൾ റിലീസാകാനുണ്ട്. അതുകൊണ്ട് ടർബോയ്ക്ക് മെയ് മാസം പ്രതീക്ഷിക്കുന്നത്ര തിയേറ്റർ കൗണ്ടുകളും ഷോ കൗണ്ടുകളും ലഭിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ജൂൺ മാസം ബക്രീദ് പ്രമാണിച്ച് ചിത്രം റിലീസാകാൻ പോകുന്നത്. ചിത്രത്തെക്കുറിച്ചുള്ള ഓരോ അപ്ഡേറ്റുകളും എല്ലാ സിനിമാ പ്രേക്ഷകരും വലിയ ആവേശത്തോടു കൂടിയാണ് സ്വീകരിക്കുന്നത്. ഒരു കളർഫുൾ മാസ് പോസ്റ്റർ തന്നെയാണ് വിഷു പ്രമാണിച്ച് ഇന്ന് റിലീസായിരിക്കുന്നത്. ഇത് ശരിക്കും എല്ലാ സിനിമാ പ്രേക്ഷകർക്കും ഉള്ളൊരു അടിപൊളി വിഷു കൈനീട്ടം തന്നെയാണ്. ഈദ് പ്രമാണിച്ച് വരും എന്ന് കരുതിയിരുന്ന അപ്ഡേറ്റ് ആണ് ഇന്ന് വിഷു പ്രമാണിച്ച് എത്തിയിരിക്കുന്നത്. എല്ലാ സിനിമാ പ്രേക്ഷകരും ഒരു ടീസറാണ് ഇന്ന് പ്രതീക്ഷിച്ചത്. പക്ഷേ എല്ലാവരുടെയും പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് റിലീസിംഗ് ഡേറ്റ് കൺഫേം ആയ ഒരു പോസ്റ്ററാണ് ഇന്ന് റിലീസായത്. പള്ളിപ്പെരുന്നാൾ അടിക്ക് മുമ്പുള്ള ഒരു ഇരുത്തമാണ് നമ്മൾ പോസ്റ്ററിൽ കൂടി കണ്ടത്. മധുരരാജ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം മമ്മൂട്ടി, വൈശാഖ് ടീം ഒന്നിക്കുന്ന ചിത്രമാണ് ടർബോ. വൈശാഖ് അവസാനം സംവിധാനം ചെയ്ത 2 ചിത്രങ്ങളും പരാജയമായിരുന്നു. അതിന്റെയൊക്കെ കണക്ക് തീർക്കാൻ മമ്മൂക്കയെ കൂട്ടുപിടിച്ച് ഒരുങ്ങിക്കൂട്ടി ഇറങ്ങിയിരിക്കുന്ന വൈശാഖ് ചിത്രമായിരിക്കും ടർബോ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മാസ് എന്റർടൈൻമെന്റ് സിനിമകൾ എടുത്ത് മിടുക്ക് തെളിയിച്ച വൈശാഖിന്റെ ഏറെ പ്രതീക്ഷയുള്ള ചിത്രമാണ് ടർബോ. ഈ പ്രാവശ്യം മമ്മൂക്കയുടെയും വൈശാഖിനൊപ്പം മിഥുൻ മാനുവൽ തോമസും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതീക്ഷ. മിഥുൻ മാനുവൽ തോമസ് ആണ് ടർബോയുടെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. കിടിലൻ ആക്ഷൻ രംഗങ്ങൾ കൊണ്ട് സമ്പന്നമായ ഈ കളർഫുൾ മാസ് എന്റർടൈൻമെന്റ് ചിത്രത്തിന്റെ സിനിമാറ്റോഗ്രാഫർ വിഷ്ണു ശർമ്മയാണ്. ടർബോയുടെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് ഷമീർ മുഹമ്മദ് ആണ്. ധാരാളം മാസ് സീനുകളുള്ള ചിത്രത്തിന്റെ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത് ഒന്നല്ല 2 പേരാണ്, ക്രിസ്റ്റോ സേവിയറും ജസ്റ്റിൻ വർഗീസും. തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കാൻ പോകുന്ന ഐറ്റം തന്നെയാണ് ഇവർ രണ്ടും കൂടി ടർബോയ്ക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നത് എന്ന് ഉറപ്പാണ്. ടർബോയിലെ തീപ്പൊരി സ്റ്റണ്ട് ഡയറക്ട് ചെയ്തിരിക്കുന്നത് മാവീരൻ, പോർതൊഴിൽ എന്നീ ഹിറ്റ് സിനിമകളുടെ സ്റ്റണ്ട് ഡയറക്ടറായ ഫിനിക്സ് പ്രഭുവാണ്. ക്വാളിറ്റി സിനിമകൾ മാത്രം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള മമ്മൂട്ടി കമ്പനിയാണ് ചിത്രം നിർമ്മിക്കുന്നത്. മമ്മൂട്ടി കമ്പനി ഇതുവരെ നിർമ്മിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ബഡ്ജറ്റിലാണ് ടർബോ ഒരുങ്ങുന്നത്. അപ്പോൾ ചിത്രത്തിന്റെ ക്വാളിറ്റിയെ കുറിച്ച് സംശയിക്കേണ്ട കാര്യമേ ഇല്ല. ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കാൻ പോകുന്നത് ദുൽഖർ സൽമാന്റെ വേ ഫെറാർ ഫിലിംസ് ആണ്. അതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ റിലീസിംഗിന് തിയേറ്ററുകൾ ക്ഷാമം കാണില്ല എന്ന് ഉറപ്പാണ്. കൂടാതെ പ്രമോഷൻ പരിപാടികൾക്കും ദാരിദ്ര്യം കാണില്ല എന്ന് ഉറപ്പിക്കാം. സാധാരണഗതിയിൽ വളരെ സ്പീഡിൽ കഥ പറയുന്ന രീതിയാണ് വൈശാഖ് ചിത്രങ്ങൾക്കുള്ളത്. ടർബോയും ആ തരത്തിൽ സ്പീഡിൽ കഥ പറയുന്ന ഒരു ചിത്രം തന്നെ ആയിരിക്കും. വളരെ വലിയൊരു താരനിരയുമായിട്ടാണ് ചിത്രം എത്തുന്നത്. മമ്മൂട്ടിയെ കൂടാതെ കന്നഡയിൽ നിന്ന് രാജ്ബി ഷെട്ടി, തെലുങ്കിൽ നിന്ന് സുനിൽ എന്നിവരും ചിത്രത്തിലെ പ്രധാന വേഷങ്ങളിൽ എത്തുന്നു. ഒരു കളർഫുൾ മാസ് എന്റർടൈൻമെന്റ് മൂവിയായിട്ടാണ് ചിത്രം ഇറങ്ങാൻ പോകുന്നത്. ആദ്യ ഷോ മുതൽ പോസിറ്റീവ് റെസ്പോൺസ് ലഭിച്ചാൽ ബോക്സ് ഓഫീസിൽ പല റെക്കോർഡുകളും തിരുത്താൻ കെൽപ്പുള്ള ഈ വർഷത്തെ മറ്റൊരു മലയാള സിനിമയായിരിക്കും ടർബോ എന്ന് ഉറപ്പാണ്. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ജൂൺ 13-ന് ടർബോയുടെ റിലീസിംഗ് വെച്ചിരിക്കുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ചിത്രത്തിന്റെ ടീസർ, ട്രെയിലർ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.